ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പൗരുഷനെക്കുറിച്ചും ലോകമെങ്ങുമുള്ള ദൈവസഭയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ലോകമെങ്ങുമുള്ള 800 കോടി മനുഷ്യരെക്കുറിച്ചും ദൈവത്തിന് ആത്യന്തികമായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണമല്ലോ. ആ ഉദ്ദേശം ഞാനൊന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 2:4 സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. He wants all people to be saved. He wants them to come to know the truth. രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും മന്ത്രിമാർക്ക് വേണ്ടിയും കലക്ടർമാർക്ക് വേണ്ടിയും പോലീസ് ഓഫീസേഴ്സിന് വേണ്ടിയും ജവാന്മാർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സമാധാനമുണ്ടാകും. നമ്മുടെ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും സ്വസ്ഥതയുള്ള സമാധാനപൂർണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ജീവിതം ലഭിക്കും. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിനകത്ത് അവനവന് ഇഷ്ടമുള്ള ദൈവത്തെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് കഴിഞ്ഞ 50 കൊല്ലം വിളിച്ച ആ രീതി മാറ്റിയിട്ട് മറ്റൊരു രീതിയിൽ ഈ വർഷം തൊട്ട് ദൈവത്തെ വിളിക്കാനോ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനാ സ്ഥലം മാറാനോ എനിക്ക് അവകാശമുണ്ട്. മാത്രമല്ല, എൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഈ അവകാശങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ഭരണം ഉണ്ടാകുകയും നല്ല ഭരണാധിപന്മാരുണ്ടാകുകയും ചെയ്യുകയും അതുവഴി എല്ലാ മതക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനും ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള പോലെ യാത്ര ചെയ്യുവാനും പോകാനും വരാനും പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ കഴിയും. ഇതിന് ഒരു നല്ല സ്ട്രോങ് ഭരണം വേണം, നല്ല രാജാക്കന്മാർ വേണം. ഇതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥനയാൽ നല്ലൊരു ഭരണവും നല്ലൊരു രാഷ്ട്രവും കെട്ടിപ്പടുത്തിട്ട് അടുത്ത എന്താണെന്നറിയാമോ? അതാണ് രസം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെയെല്ലാം അതിൻ്റെ ക്രമത്തിൽ വന്നിട്ട് സകല മനുഷ്യരുടെയും കാര്യം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ത്യക്കൊരു സുസ്ഥിരമായ ഭരണവും വികസനമുള്ള സമൃദ്ധമായ സോഷ്യൽ സെക്യൂരിറ്റിയുള്ള ട്രീറ്റ്മെൻ്റൊക്കെ മാന്യമായിട്ട് കിട്ടുന്ന, നല്ല ഭക്ഷണം കിട്ടുന്ന, നല്ല റോഡുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഉയരുകയും സത്യസുവിശേഷത്തിലേക്ക് അവരെല്ലാം തിരിയുകയും അവരെല്ലാവരും യേശു എന്ന ഏക രക്ഷകനെ സ്വീകരിക്കുകയും ഈ വചനത്തിൻ്റെ
ദ വേർഡ് ഓഫ് ഗോഡ്. എല്ലാ മനുഷ്യർക്കും വചനത്തിൻ്റെ പരിജ്ഞാനം കിട്ടാനും നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം, നന്നായി പ്രാർത്ഥിക്കാം. ഇപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.